വാർത്താവതരണത്തിൽ അവതാരകൻ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ചെമ്മണ്ണൂർ കേസായല്ലോ, സ്ത്രീത്വത്തെ അപമാനിച്ചടക്കമാണ് കേസ്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. IT ആക്ട് അടക്കം ഇട്ടിട്ടുണ്ട്. കുഴപ്പമാവോ? ആവാൻ സാധ്യതയുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിങ്ങിനിടെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിന് റിപ്പോർട്ടർ ചാനലിനെതിരെ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. അങ്ങനെയൊക്കെ പറയേണ്ടതുണ്ടായിരുന്നോ ശ്രീ ബോബി ചെമ്മണ്ണൂർ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. വാർത്താവതരണത്തിൽ അവതാരകൻ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ പക്ഷെ അതൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പൊതുസമൂഹം അങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം പൊതുവെ അംഗീകരിക്കില്ല. പെട്ടെന്ന് അവതാരകൻ അരുൺകുമാർ സഭ്യമല്ലാത്ത ഭാഷയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തത്. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നിയമപരമായി ഇനി നേരിടുക. കേസായ സ്ഥിതിക്ക് ഇനി ഈ മാപ്പ് കൊണ്ട് അവസാനിക്കുമെന്ന് അറിയില്ല. ബാക്കി അവതാരകൻ ഡോക്ടർ അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് ബാലാവകാശ കമ്മീഷൻ അവതാരകൻ ഡോക്ടർ അരുൺകുമാർ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയെന്ന് ബാലാവകാശ കമ്മീഷൻ അപ്പൊ താനും ഈ കേസിൽ പ്രതിയാണ്. കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന ടീമിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയോട് റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ഷാബാസ് നടത്തുന്ന സംഭാഷണത്തിന്മേലാണ് ഈ ദ്വയാർത്ഥ പ്രയോഗം നടക്കുന്നത്. ഇവനൊക്കെ എവിടുന്ന് വരുന്നടാ?